മതവും മതവും സ്വാഗതം. മതത്തെപ്പറ്റി അല്ലെങ്കിൽ മതങ്ങളെപ്പറ്റി കഴിഞ്ഞ അനേക വർഷങ്ങളായി ഞാൻ വളരെയധികം വായിക്കുകയും ധ്യാനിക്കുകയും ഇതിൻ്റെ ഉള്ളടക്കവും പരിമിതിയും സാധ്യതയും അപകടവും മനസ്സിലാക്കാൻ നന്നേ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഒരു അവകാശവാദമായിട്ടല്ല, ഒരു പക്ഷേ കുറ്റസമ്മതമായിട്ട് എവരുമായി പങ്കിട്ടുകൊള്ളട്ടെ. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വളരെ ആകസ്മികമായിട്ടാണ് ഒരു പുരോഹിതനാകുന്നത്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അതിൻ്റെ ചരിത്രം 1881 ആരംഭിച്ചത് മുതൽ 1982 ഞാൻ ചാപ്ലിനായി ചാർജ് എടുക്കുന്നത് വരെ അവിടെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന പുരോഹിതന്മാർ മാത്രമേ പുരോഹിതരായി ജോലി ചെയ്തിട്ടുള്ളൂ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇനിയും ഇംഗ്ലണ്ടിൽ നിന്ന് ഇപ്രകാരം ചാപ്ലിൻസിനെ കൊണ്ടുവന്ന ഈ ശുശ്രൂഷ നിർവഹിക്കാൻ കഴിയാത്ത ഒരവസരം വന്നപ്പോൾ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന റെവറൻഡ് വില്യം ഷോ രാജ്പാൽ എന്നെ നിർബന്ധിച്ച ചാപ്ലിൻ്റെ ചുമതല ഒരു പുരോഹിതനല്ലാതിരുന്ന എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഇങ്ങനെ ഒരു സാധ്യത. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കാലുകുത്തിയ നിമിഷം മുതൽ ഞാൻ പ്രവേശിക്കുന്ന മേഖല എന്താണ് എന്നും ഇതിൻ്റെ സാധ്യതകളും ഇതിൽ പതിയിരിക്കുന്ന അപകടങ്ങളും എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കടമയുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. നാം ഏതെങ്കിലും ഒരു ചുമതല കൈകാര്യം ചെയ്താൽ, ഏതെങ്കിലും ഒരു സേവന മേഖല തിരഞ്ഞെടുത്താൽ അതിനെപ്പറ്റി കഴിയുന്നത്രയും കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകുന്നത് നല്ലതാണ്, ആവശ്യമാണ്, അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ മതത്തെപ്പറ്റി വളരെ വിശാലമായും സൂക്ഷ്മമായും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ വളരെയധികം ശ്രമിച്ചിട്ടുള്ളത്. സാഹിത്യത്തിൽ കൂടെ ഞാൻ മതത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ചരിത്രത്തിൽ കൂടെ, ദാർശനികതയിൽ കൂടെ, സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസിൽ കൂടെ, തിയോളജിയിൽ കൂടെ, അങ്ങനെ പലവിധ സൈക്കോളജിയിൽ കൂടെ. കാൾ യുങ്ങിൻ്റെ സൈക്കോളജി ആൻഡ് റിലിജിയൻ എന്ന പുസ്തകം വളരെ പ്രസിദ്ധമാണ്, നിങ്ങളെവരും വായിക്കേണ്ടതാണ്. അങ്ങനെ അനേകം കൃതികൾ, ഇപ്പം മാക്സ് വെബറിൻ്റെ സോഷ്യോളജി ഓഫ് റിലിജിയൻ ആണെങ്കിലും, എമിൽ ഡുർഖൈമിൻ്റെ ടോട്ടം പറ്റിയുള്ള സ്റ്റഡി ആണെങ്കിലും, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ടോട്ടം ആൻഡ് ടാബു എന്ന പുസ്തകമാണെങ്കിലും, അങ്ങനെ അനവധി കൃതികൾ. അതുപോലെ തന്നെ വിൽ ഡ്യൂറൻറ്റിൻ്റെ ഓറിയൻ്റൽ ഹെറിറ്റേജ് എന്ന പുസ്തകം, ഇങ്ങനെ അനേക പുസ്തകങ്ങൾ. ലുഡ്വിഗ് ഫോർ ബാഹൻ്റെ ദി എസൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി, പ്രസിദ്ധ ഫ്രഞ്ച് എഴുത്തുകാരനായ ഏർണസ്റ്റ് റെനോണിൻ്റെ ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന പുസ്തകം, അങ്ങനെ നൂറുകണക്കിന് പുസ്തകങ്ങൾ. എല്ലാം ഇപ്പോൾ സൂക്ഷ്മമായി എൻ്റെ മനസ്സിൽ ഓർമ്മയില്ല, അത് ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ വിശദമായി, അതുപോലെ തന്നെ ഇമ്മാനുവൽ കാന്തിൻ്റെ റിലിജിയൻ വിതിൻ ദ ലിമിറ്റ്സ് ഓഫ് റീസൺ അലോൺ, ഹെയ്ഗലിൻ്റെ ലെക്ചേഴ്സ് ഓൺ ദ ഫിലോസഫി ഓഫ് റിലിജിയൻ ആൻഡ് പ്രൂഫ് ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന പുസ്തകം, ഇങ്ങനെ അനേക കൃതികൾ. ഇവയൊക്കെയും ആർതർ ഷോപ്പൻഹൗറിൻ്റെ റിലിജിയൻ ആൻഡ് ഡയലോഗ് എന്ന പുസ്തകം, നീഷയുടെ ദി ആൻറ്റി ക്രൈസ്റ്റ് എന്ന പുസ്തകം, അങ്ങനെ വേണ്ട ലിസ്റ്റ് അവസാനിക്കാത്തതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ശ്രദ്ധ വെച്ച് വായിക്കുകയും പഠിക്കുകയും ധ്യാനം ചെയ്യുകയും, പ്രത്യേകിച്ച് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ, അതിലും പ്രത്യേകിച്ച് സുവിശേഷങ്ങളുടെ വെളിച്ചത്തിൽ, യേശുവിൻ്റെ പഠിപ്പീരുകളുടെ, പ്രസ്താവനകളുടെ, ആത്മീയമായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ ഒരു വലിയ വിഷയത്തെ പരിഗണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മതവും ഭ്രാന്തും വളരെ അടുത്ത് നിൽക്കുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ്. ഇത് നിങ്ങളിൽ എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേർ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല എന്ന് എനിക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു.
ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും വലിയ സാറ്ററിസ്റ്റ് ആയിരുന്ന ജോനതൻ സ്വിഫ്റ്റ്, അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. ഡബ്ലിനിൽ ബേസ് ചെയ്ത് ജോലി ചെയ്തിരുന്ന ഒരു പുരോഹിതനായിരുന്നു ജോനതൻ സ്വിഫ്റ്റ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും മതവും ഭ്രാന്തും തമ്മിൽ വലിയ അകലമില്ല എന്നതാണ്. മലയാള ഭാഷ അത് കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ഇപ്പം മതം എന്ന് പറഞ്ഞാൽ റിലിജ്യൻ, മതം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. അപ്പോൾ മതത്തിൽ നിന്ന് മതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു ചെറിയ സ്റ്റെപ്പ് മാത്രമേ വെക്കേണ്ടി വരൂ എന്ന ഒരു തിരിച്ചറിവ് മലയാള ഭാഷയിൽ തന്നെ അതിൻ്റെ ശബ്ദ പ്രത്യേകതയിലുണ്ട്. അപ്പോൾ ഇത് ഏവരും തിരിച്ചറിയണം. ഇനി എന്താണ് ഭ്രാന്ത് എന്നതിനെപ്പറ്റി നമുക്കൊരു അറിവുണ്ടാകണം. ഭ്രാന്ത് എന്താണെന്നറിയാതെ താൻ ഭ്രാന്തനാണ്, അയ്യോ തനിക്ക് വട്ടാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ടു പോയി എന്നതാണ് അതിൻ്റെ അർത്ഥം. ഭ്രാന്ത് പിടിച്ചൊരു വ്യക്തി പല കാര്യങ്ങളും വിളിച്ചു പറയും, പല പ്രവൃത്തിയും ചെയ്യും. പക്ഷേ അതിലൊന്നും യാഥാർത്ഥ്യബോധമുണ്ടാകുകയില്ല. ഏതൊരു വ്യക്തിയിലാണോ യാഥാർത്ഥ്യബോധം, എ സെൻസ് ഓഫ് റിയാലിറ്റി അപകടത്തിലാകുന്നത്, അല്ലെങ്കിൽ ഏത് വ്യക്തിയിലാണോ ആ വ്യക്തിയുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും അല്ലെ അദ്ദേഹത്തിൻ്റെ ഉൾജീവിതവും ബാഹ്യലോകത്തുള്ള യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധം താറുമാറാകുന്നത്, ആ അവസ്ഥയുടെ പേരാണ് ഈ ഭ്രാന്ത് എന്നുള്ളത്. ചിത്തഭ്രമം, മനസ്സിന് ഭ്രമം വന്നു, ചിത്തഭ്രമം. അപ്പോൾ തന്നെ അവിടെ വ്യക്തമാണത്. ആ ഒരു അർത്ഥത്തിൽ നാം പരിഗണിക്കുമ്പോൾ മതം, ഞാൻ മതം എന്നല്ല പറഞ്ഞ മതം, നമ്മളിൽ വരുത്തി വയ്ക്കുന്ന അവസ്ഥ എന്താണ്? നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തെ മതവ്യഗ്രത നന്നേ ബലഹീനമാക്കുന്നില്ലയോ? നമ്മളിൽ യാഥാർത്ഥ്യ ബോധം ഉദിക്കാതിരിക്കത്തക്കവണ്ണം നിഷേധാത്മകമായൊരു സ്വാധീനം മതം നമ്മളിൽ സൃഷ്ടിക്കുകയും സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നില്ലയോ? ലോകത്തിലുള്ള എല്ലാ ചിന്തകരും പറഞ്ഞിട്ടുള്ളത് മതം യാഥാർത്ഥ്യബോധത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ്, ആൻ എസ്കേപ്പ് ഫ്രം റിയാലിറ്റി. മതത്തിൻ്റെ ഒരു അനിവാര്യമായ സ്വഭാവം യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് ഒളിച്ചോടുക. റിലിജിയൻ ഈസ് നെസസറിലി എസ്കേപ്പിസ്റ്റ്. അത് മനസ്സിലാക്കാനൊരു പ്രയാസവുമില്ല. ഇത് നാം പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ യാഥാർത്ഥ്യബോധത്തോടുകൂടെ മനുഷ്യൻ്റെ അവസ്ഥയോട് ബന്ധം പുലർത്തുവാൻ മതത്തിൽ മാത്രം അള്ളിപ്പിടിച്ച് നിൽക്കുന്നവർക്ക് സാധ്യമല്ല എന്നത് യേശു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒറ്റ ഉദാഹരണം മാത്രം, സമയത്തിൻ്റെ പരിധിയുണ്ട്, ഒറ്റ ഉദാഹരണം മാത്രം സൂചിപ്പിക്കുമ്പോൾ അത് പര്യാപ്തമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ഏവർക്കും പരിചയമുള്ള നല്ല ശമരിക്കാരൻ്റെ ഉപമയിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ പുരോഹിതൻ എന്ത് ചെയ്തു? അവൻ മുഖം തിരിഞ്ഞ് നടന്നുപോയി. എൻ്റെ അർത്ഥം എന്താണ്? യാഥാർത്ഥ്യബോധം ഒരു പുരോഹിതനിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്ന ഒരു പ്രതികരണം മാത്രമേ പുരോഹിതന്മാരിൽ നിങ്ങൾ പ്രതീക്ഷിക്കാവൂ എന്നത് വളരെ വ്യക്തമാണ്. ഇത് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് തിയറി ഓഫ് ദ ലെഷർ ക്ലാസ് ബൈ തോൺസ്റ്റൈൻ വെബ്ലൻ, VEBLEN. ഒരു മതത്തിലെയും പുരോഹിതന്മാർ മനുഷ്യ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് ബന്ധം പുലർത്തുവാൻ താല്പര്യമുള്ളവരല്ല എന്നത് വളരെ വ്യക്തമായി തോൺസ്റ്റൈൻ വെബ്ലൻ അവിടെ, അദ്ദേഹം ഒരു മതപരമായ എഴുത്തുകാരനല്ല, അദ്ദേഹം ഒരു ഇക്കോണമിസ്റ്റാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ പല പരാമർശങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഉദാഹരണമാണ് കാൾ മാർക്സിൻ്റെ റിലിജിയൻ ഈസ് ദ ഓപ്പിയം ഓഫ് ദ പീപ്പിൾ എന്ന പ്രസ്താവന. എന്താണ് ഈ ഓപ്പിയം? മനുഷ്യനിൽ യാഥാർത്ഥ്യബോധം ഉണരാതിരിക്കത്തക്കവണ്ണം അവനെ വല്ലാത്തൊരവസ്ഥയിൽ ആക്കി വച്ചിരിക്കുന്ന ആ സ്വാധീനത്തിൻ്റെ പേരാണ് ഈ മയക്കുമരുന്ന് എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ മയക്കുമരുന്നിനെതിരെ ശബ്ദമുയർത്തുന്ന മത നേതാക്കന്മാരുണ്ട്. അവർ അറിയാത്തൊരു വിരോധാഭാസം. അവർ ജനങ്ങൾക്ക് കൊടുക്കുന്നത് മയക്കുമരുന്ന് പോലെ ഒരുപക്ഷെ അതിനേക്കാൾ അപകടം ചെയ്യുന്ന ഒരു വസ്തുവാണ്
ഇത് യേശു നന്നെ തിരിച്ചറിഞ്ഞു ഇരുന്നു. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. പുരോഹിതന്മാരുടെ സ്വാധീനം കൊണ്ട് ജനങ്ങളുടെ കണ്ണടഞ്ഞു പോവുകയും അവർ ഇരുട്ടിൽ മാത്രം വസിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് യേശു മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് യേശു തന്നെ പറ്റി സൂചിപ്പിക്കുന്നത് എന്ന് ഒരു പക്ഷേ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല. യേശുവിൻ്റെ മരണത്തെപ്പറ്റി തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നത് അന്ധകാരത്തിലിരുന്ന ജനം ഒരു അത്ഭുത പ്രകാശം കണ്ടു. ഈ അന്ധകാരം എന്തോ അന്ധകാരമാണെന്നാണ് ഈ പറയുന്നത്. യഹൂദന്മാർക്ക് മതമില്ലാഞ്ഞിട്ടാണോ? മതത്തിൻ്റെ അന്ധകാരത്തിൽ അവർ ഇരിക്കുകയായിരുന്നു എന്നാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ആ അന്ധകാരത്തിൽ നിന്ന് ജനങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വഴി നടത്താനാണ് യേശു വന്നത്. അതുകൊണ്ടാണ് യേശുവിനെ ലോകത്തിൻ്റെ വെളിച്ചമായി വേദപുസ്തകം സാക്ഷീകരിക്കുന്നത്. ഇങ്ങനെയൊരു അടിസ്ഥാന പ്രമാണങ്ങൾ വിശ്വാസികൾക്ക് അറിഞ്ഞുകൂടാ എന്നത് ഞാൻ വളരെ ഖേദത്തോടു കൂടെയാണ് തിരിച്ചറിയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള മർമ്മങ്ങൾ മനഃപൂർവ്വം ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന ഒരു പ്രവണത പുരോഹിത ശ്രേഷ്ഠന്മാർക്കുണ്ട്. കാരണം ഇങ്ങനെയുള്ള സത്യങ്ങൾ ജനങ്ങൾ അറിയാൻ തുടങ്ങിയാൽ അവർക്ക് വലിയ തട്ടുകേടാണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയം കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മുൻപോട്ട് പോകാം. എന്തുകൊണ്ടാണ് മതത്തിൻ്റെ സ്വാധീനം മൂലം മനുഷ്യർക്ക് യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ടു പോകുന്നത്? അതിന് ഒരു യുക്തിയുണ്ട്, അതിനൊരു കാരണമുണ്ട്. ആ കാരണം പരാമർശിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അത് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് ഏവർക്കും ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് മറ്റുള്ളവരെല്ലാം ഭ്രാന്തന്മാരാണെന്നും തങ്ങൾ മാത്രം സുബുദ്ധിയുള്ളവരാണെന്നും സ്ഥിരചിത്തരാണെന്നും ധരിച്ചു നടക്കുന്ന ആളുകൾ, മറ്റുള്ളവരെ ഭ്രാന്തരാക്കാൻ മിടുക്കരായിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാനിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മതത്തിൽ കൂടുതൽ എരിവ് അനുഭവപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മത എരിവ് ഒരു വ്യക്തിയെ കൂടുതൽ അടിമയാക്കുമ്പോൾ അവനിലെ യാഥാർത്ഥ്യബോധം പട്ടുപോകുന്നത്? അതിൻ്റെ യുക്തി എന്താണ്? ഇത് ലോകത്തിലുള്ള എല്ലാ ചിന്തകരും ഒന്നുപോലെ സമ്മതിക്കുന്ന ഒരു മർമ്മം. മതം മനുഷ്യനെ പുറകോട്ട് തിരിച്ചു നിർത്തുന്നു എന്നതാണ്. റിലിജിയൻ ഈസ് നെസസറിലി ബാക്ക്വേർഡ് ലുക്കിംഗ്. ഇപ്പോൾ യഹൂദനോട് ചോദിച്ചാൽ അവൻ 3000 വർഷം പുറകോട്ടങ്ങ് പോകും. ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ 2000 വർഷം പുറകോട്ടങ്ങ് പോകും. മുസ്ലിംസിനോട് ചോദിച്ചാൽ 1400 വർഷം പുറകോട്ടങ്ങ് പോകും. സിഖ് മതക്കാരോട് ചോദിച്ചാൽ 600 വർഷം പുറകോട്ടങ്ങ് പോകും. 400 വർഷം പുറകോട്ട് പോകും. അപ്പം അങ്ങനെ പുറകോട്ട് പോക്കാണ്. ഞണ്ടിനെ പോലെ പുറകോട്ടാണ്, പുരോഗമിക്കുന്ന പുറകോട്ടാണ്. റിലിജിയൻ ഈസ് നെസസറിലി ബാക്ക്വേർഡ് ലുക്കിംഗ്. അതുകൊണ്ട് അതിൻ്റെ പ്രശ്നം എന്താണ്? അങ്ങനെ പുറകോട്ട് മാത്രം നോക്കി നിൽക്കുന്ന ആളുകൾ ഒരിക്കലും അവരായിരിക്കുന്ന അവസ്ഥയുടെ നിജസ്ഥിതി എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ആർജിക്കുന്നില്ല. ഇതിൻ്റെ പഴയ നിയമത്തിലെ ഒരു ചെറിയ ആവിഷ്കാരമാണ് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് പറ്റിയ അപകടം. നാശപട്ടണമായ സൊദോമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു കൊള്ളുവാൻ യഹോവയുടെ ദൂതൻ അറിവ് നൽകി, തിരിഞ്ഞു നോക്കാതെ പോയിക്കൊള്ളണമെന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോക്കലിൽ അവൾ നശിച്ചു പോയി എന്നത് അത് ആക്ഷരികമല്ല, അത് ഒരു പ്രതീകാത്മകമായ വെളിപ്പെടുത്തലാണ്. നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും നന്നാവില്ല, നിങ്ങൾക്കൊരിക്കലും ജീവിക്കാനുള്ള അർഹതയുണ്ടാകുകയില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഏറ്റവും നല്ല ക്രിസ്ത്യാനികളായി അവർ തന്നെ കരുതുന്നത്, മറ്റുള്ളവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് യാഥാസ്ഥികരായ ക്രിസ്ത്യാനികൾ, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. അവരെന്താണ്? പുറകോട്ട് മാത്രം നോക്കി നടക്കുക. ഒരു ഓർത്തഡോക്സുകാരൻ ആരാണ്? അവൻ്റെ 2 കണ്ണും ഇവിടെയാണ് അല്ലെങ്കിൽ ഇവിടെയാണ്. ഇവിടെ കണ്ണില്ല. ആർക്കാണോ ഈ മുഖത്ത് കണ്ണില്ലാത്തത്, ആരുടെ കണ്ണാണോ തലയ്ക്ക് പിറകിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 2 നിതപ്പത്തിൻ്റെ മേൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന, അവനാണ് ഓർത്തഡോക്സുകാരൻ. അവനോട് ഇപ്പോഴത്തെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞാൽ അവൻ അരിശം വന്ന് കാട്ടുപോത്തിനെ പോലെ വന്ന് കുത്തും. ഈ ഒരവസ്ഥയിലാണ്. അപ്പോൾ മതത്തിൻ്റെ പ്രാഥമികമായി ഇത് ഓർത്തഡോക്സുകാരെയോ അതുപോലെ മറ്റേതെങ്കിലും സഭാ വിഭാഗങ്ങളെ കുറ്റപ്പെടുത്താനല്ല. ഇപ്പം പെന്തക്കോസ്തുകാരുടെ കാര്യം പറഞ്ഞാൽ അനേക്കാൾ കഷ്ടമാണ്. ഇപ്പം പെന്തക്കോസ്തരോട് പറയുകയാണ്, നീ ഈ കാലത്ത് മറുഭാഷ പറയുന്നത് അണക്കേടാണ് പാസ്റ്ററെ എന്ന് പറഞ്ഞാൽ, അന്തക്കാലത്ത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ മറുഭാഷ പറഞ്ഞു, ഞങ്ങളും മറുഭാഷ പറയും. 2000 വർഷങ്ങൾക്ക് മുൻപ് പുറകോട്ട് പോയി പാസ്റ്റർ അങ്ങ് പോയി പാസ്റ്റർ നോക്കിയാൽ
ടെലിസ്കോപ്പ് നോക്കിയാലും കാണത്തില്ല, കാരണം 2000 വർഷം പുറകോട്ട് പോയി. അതിനുശേഷം എന്തെല്ലാം സംഭവിച്ചു. അന്ന് അങ്ങനെ സംഭവിക്കേണ്ടി വന്നത് ഈ ആശയവിനിമയം നടത്താനുള്ള പ്രയാസം കൊണ്ടാണ്. ഇന്ന് ആശയവിനിമയം നടത്താൻ എന്തെല്ലാം ഉപാധികൾ. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ ലോകത്തിലെ 900 ഭാഷയിൽ അതേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് അതേ സമയത്ത് തർജ്ജമ ചെയ്ത് ലഭിക്കും. യാതൊരു പ്രയാസമില്ല. പക്ഷേ ഉടനെ ദൈവത്തോട് സംസാരിക്കുക എന്ന് പറഞ്ഞ് ഈ കലാപരിപാടി നടത്തും. ഇതിൻ്റെയൊക്കെ അർത്ഥം മറ്റൊന്നുമല്ല. ഈ ലോകത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിലെ യാഥാർത്ഥ്യങ്ങളോട് ബന്ധം പുലർത്തുവാൻ അവർക്ക് യാതൊരു താല്പര്യം. അവരങ്ങ് പോയി ഈ തലയുടെ പുറകെ ഫിറ്റ് ചെയ്തിരിക്കുന്ന കണ്ണുകൊണ്ട് നോക്കി പോയി പിടികിട്ടത്തില്ല. പാസ്റ്ററെ പിടികിട്ടത്തില്ല, ഓർത്തഡോക്സുകാരനെയും പിടികിട്ടത്തില്ല, ഓർത്തഡോക്സുകാരൻ്റെ അപ്പനായ യാക്കോബക്കാരനെയും പിടികിട്ടത്തില്ല, ആരെയും പിടികിട്ടത്തില്ല. അപ്പോൾ പറയും ഇങ്ങനെ നിത്യവിശ്വാസം എന്ന് പറയും, അങ്ങനെ ഇന്ന സുനഹദോസ് എന്ന് പറയും. ഇതിനെപ്പറ്റി യേശുവിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയണോ? താല്പര്യമുണ്ട്. ഈ ഒരു രോഗത്തെ യേശു തിരിച്ചറിഞ്ഞിരുന്നു. അന്നത്തെ ജനം ഈ ഒരു കാഴ്ചപ്പാടിന്, ഈ ഒരു മനോഭാവത്തിന് അടിമകളായിരുന്നു. അതിനെപ്പറ്റി യേശു ദുഃഖിച്ചു. എന്നാൽ ദീർഘനാളുകളായി, തലമുറകളായി പാരമ്പര്യത്തിൽ മാത്രം പരിശീലിച്ചു വന്ന വ്യക്തികളെ പെട്ടെന്ന് അവിടുന്ന് പറിച്ചു നടന്ന് എളുപ്പമല്ല എന്നറിഞ്ഞ് യേശു പതുക്കെ വളരെ മെല്ലെയായിട്ടാണ് ഈ രോഗത്തിന് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ചെറിയ 1-2 ഭാഗങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുക, അപ്പോൾ ഇത് വ്യക്തമായി തീരും. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പർദ്ദപ്രസംഗങ്ങളാണ്. അവിടെ യേശു എന്താണ് പറയുന്നത്? മോശ നിങ്ങളോട് ഇപ്രകാരം കൽപ്പിച്ചിരുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ യഹൂദന്മാരുടെ ഒരു പ്രധാനപ്പെട്ട രോഗം എന്ന് പറഞ്ഞാൽ മോശ എന്ത് പറഞ്ഞാലും മോശ. മലയാളിക്ക് ദോശ എന്താണ്? അതാണ് യഹൂദന് മോശ. മലയാളിയുടെ ദോശയാണ് യഹൂദൻ്റെ മോശ. അപ്പോൾ എന്ത് പറഞ്ഞാലും മോശ. യേശു പറഞ്ഞു, ഒരു കാലത്ത് മനുഷ്യരുടെ അവസ്ഥയോട് ദൈവം സഹതപിച്ച് അവർക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടി മോശയെ അഭിഷേകം ചെയ്തു അയച്ചു. അതുമൂലം അവർക്ക് വിടുതൽ ലഭിച്ചു, സംശയമില്ല. ആ കാലത്ത് ജനങ്ങൾ നേർവഴിയിൽ നടക്കേണ്ടതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ 10 കൽപ്പനയിൽ കൂടെ അവർക്ക് നൽകി. അത് ആ കാലത്തെ അവസ്ഥയ്ക്ക് അനുയോജ്യമായി നൽകിയതാണ്. എന്നാൽ ചരിത്രം എത്രയോ മുൻപോട്ട് പോയിരിക്കുന്നു. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, അതായത് 2000 വർഷം മുമ്പ് യഹൂദനായിരിക്കുന്ന അവസ്ഥ, അതിനു മുൻപ് യഹൂദൻ മിസ്രൈമിൽ അടിമത്വത്തിലായിരുന്ന അവസ്ഥയെക്കാളൊക്കെ എത്രയോ വ്യത്യാസമാണ്. അതുകൊണ്ട് ഞാനോ നിങ്ങളോട് പറയുന്നത്, എൻ്റെ അർത്ഥം, നിങ്ങൾ അങ്ങ് പണ്ട് ജാമ്പവൻ്റെ കാലത്ത് കിടന്നുകൊണ്ട് ഉരുളാതെ നിങ്ങൾ കുറച്ചുകൂടെ മുൻപോട്ട് പോകാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാനുള്ള വഴിയാണ് ഞാൻ എന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ തന്നെ യഹൂദൻ്റെ മറ്റൊരു വലിയ രോഗമായിരുന്നു അബ്രഹാം പിതാവ്. ദൈവത്തെ തന്നെ അറിയുന്ന അബ്രഹാമിൻ്റെ ദൈവമായിട്ടാണ്. പിന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ പിതാവ്, ഇസഹാക്കിൻ്റെ പിതാവ്, യാക്കോബിൻ്റെ പിതാവ്, പിന്നെ പോയി. ദൈവം ആരാണ്? അബ്രഹാമിൻ്റെ പിതാവ്, ഇസഹാക്കിൻ്റെ പിതാവ്, യാക്കോബിൻ്റെ പിതാവ്. പിന്നെ നമ്മുടെയൊക്കെയോ ആർക്കും പിതാവില്ല. അപ്പം യേശു അവരോട് എന്താ പറയുന്നത്? അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഹങ്കരിക്കരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിൻ്റെ മക്കളെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നിങ്ങൾ അബ്രഹാമൻ പിതാവാണ്, ഞങ്ങളുടെ പിതാവാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കും. നിങ്ങൾ മുൻപോട്ട് പോകാൻ നോക്ക്. അബ്രഹാം മരിച്ചിട്ട് എത്രയോ നാളായി. അബ്രഹാമിൻ്റെ വാലോ കാലോ പിടിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് ഇന്ന് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ അബ്രഹാമിനെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ മധ്യത്തിലേക്ക് ദൈവം കനിഞ്ഞ് അയച്ചിരിക്കുന്ന പുത്രനായ ദൈവത്തെ വേണ്ടതുപോലെ തിരിച്ചറിയാൻ പോലും സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 11-ാം വാക്യം, അവൻ സ്വന്തം ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നു, സ്വന്തമായതോ അവനെ തിരിച്ചറിഞ്ഞില്ല. കാരണം എന്താണ്? ഈ സ്വന്തം ജനം എന്ന് പറഞ്ഞ ആളുകൾ, അവർ അങ്ങ് പണ്ടത്തെക്കാലം, അങ്ങ് പണ്ട് ഞാൻ ഓർത്തഡോക്സുകാരെ പറഞ്ഞ പോലെ തലയുടെ പുറകിലാണ് 2 കണ്ണ്, ഇങ്ങനെ പുറകോട്ട് നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ പുറകോട്ട് മാത്രം നോക്കി നിന്നാൽ മുമ്പ് നിൽക്കുന്നവനെ കാണാൻ. യേശു ആരാണ്? ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന അർത്ഥത്തിൽ നീ അവന് ഇമ്മാനുവൽ എന്ന് പേരിടണം. അങ്ങനെ നമ്മോട് കൂടെയായി വന്ന് യേശുവിനെ കാണാൻ കഴിയാതെ പോയ എന്താണ്? അങ്ങ് തിരിഞ്ഞ് നോക്കി അങ്ങ് പോയിരിക്കുകയാണ്. എവിടെ? പെണ്ണമ്മ നോക്കി നിൽക്കുക.
പുറകോട്ട് നോക്കി നോക്കി നോക്കി. ഇതാണ് നമ്മുടെ പരിപാടി. ഇതിൻ്റെ പേരാണ് ഭ്രാന്ത് എന്നുള്ളത്. അതായത് എന്താണ്? യാഥാർത്ഥ്യബോധം പാടെ നശിച്ചിട്ട് ഏതോ അതും ഇതുമൊക്കെ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയില്ല, എന്തിനാണ് പറയുന്നതെന്നറിയില്ല. ഇപ്പോൾ യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന യഹൂദൻ ഞങ്ങൾക്ക് പിതാവായ അബ്രഹാമുണ്ട് എന്ന് പറഞ്ഞോട്. എൻ്റെ അർത്ഥം എന്താണ്? എബ്രഹാം മരിച്ചിട്ട് എത്രയോ നാളായി, ഞങ്ങൾക്ക് പിതാവായ അബ്രഹാമുണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമാണ്? അത് വല്ല അർത്ഥമുണ്ടോ? ഒന്നുമില്ല. അപ്പം നിങ്ങൾ എന്നോട് പറയും അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവല്ലയോ? അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. തൽക്കാലം ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, സമയം കൈവിട്ടു പോകുന്നത് കൊണ്ട് മാത്രം. അപ്പോൾ യേശു പറയുന്നത് നിങ്ങൾ മുൻപോട്ട് പോകാൻ ശ്രമിപ്പീൻ. വേറെ ഒരു ഉദാഹരണം കൂടെ പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകേണ്ടതിന് മാത്രം. അപ്പം നമുക്ക് മറുരൂപ മല എല്ലാവർക്കും വലിയ താല്പര്യമാണ്. മല എല്ലാവർക്കും താല്പര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ മലയ്ക്ക് പോകുന്ന ബിഷപ്പന്മാരും കത്തനാരന്മാരും മലയിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് വെള്ളം മുറി നോക്കിയിരിക്കുന്ന ബിഷപ്പന്മാരും ഒക്കെ ഉണ്ട്. ഞാൻ അവരുടെ ആരുടെയും പേരൊന്നും പറയുന്നില്ല. നല്ലതാണ്, മല നല്ലതാണ്, അവർക്ക് നല്ലതാണ്. എനിക്ക് മലയോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മലയിലിരിക്കുന്ന ദൈവത്തെ എനിക്ക് വേണ്ടാതാനും. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരുമായി മറുപോലെ പോയി. അപ്പോൾ നിങ്ങൾ പറയത്തില്ല എന്നോട് മോശയും ഏലിയാവും യേശു അങ്ങനെ 3 പേരെ കണ്ടു. അങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് നോക്കണ്ടായെങ്കിൽ പിന്നെ എന്തിനാണ് മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെട്ടത്? വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോശ ഉണ്ടായിരുന്നു, ഏലിയാവ് ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ചരിത്രം അവസാനിക്കുന്നില്ല. ഇതാ യേശുവിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരം മോശയുമല്ല, ദോശയുമല്ല, ഏലിയാവുമല്ല, എന്താ പറയുന്നത്, വേറൊരു മാവുമല്ല, യേശു മാത്രമാണ്. മോശയിൽ ആരംഭിച്ചത്, ഏലിയാവിൽ കൂടെ പ്രവഹിച്ചത്, അത് ഇതാ യേശുവിൽ ചെന്നെത്തി നിർത്തിയിരിക്കുന്നു. എന്നാൽ അതുപോലും ആത്യന്തികമായ അവസാനമല്ല. യേശു പറയുന്നു, നിങ്ങൾ അന്വേഷിപ്പീൻ, കണ്ടെത്തും, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അത് എന്താണ് പറയുന്നത്, അവസാനിക്കാത്ത ഒരു പ്രവാഹമാണിത്. മുൻപോട്ടുള്ള ഒഴുക്കാണ്. മതമോ നേരെ മറിച്ചാണ്, പുറകോട്ടങ്ങ് പോവുകയാണ്. മുൻപോട്ട് പോകുന്നവൻ ഭ്രാന്താണെന്ന് പറയും, മുൻപോട്ട് പോകണം എന്ന് പറയുന്നവന് ഭ്രാന്താണെന്ന് പറയും. മനുഷ്യൻ മുൻപോട്ട് പോകണം എന്ന് പറയുന്നവരെ ഭ്രാന്താക്കുന്ന പരിപാടിയാണ് മതത്തിനകത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് അതിൽ അർമാദിക്കുന്ന ആളുകൾ അവരുടെ സന്തോഷത്തിന് ഭംഗം വരാതിരിക്കട്ടെ. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് അവർ ഈ ഒരു നിഗമനത്തിലെത്തിയത്, അവരെത്തിയ നിഗമനത്തിൽ അവർ അർമാദിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നത് എളിമയോടുകൂടെ ഈ അടിമ ഒന്ന് സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് മതത്തെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, മതത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ സ്വഭാവം പരിശുദ്ധമായതിനെ വിൽപ്പന ചരക്കാക്കുക എന്നുള്ളതാണ്. ദയവായി കുറിച്ചു വെക്കുക. ഇതെൻ്റെ ആശയമല്ല, അനേക ചിന്തകന്മാർ ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. മതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രവർത്തന പ്രമാണം, ദ ഫണ്ടമെൻ്റൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് റിലിജിയൻ ഈസ് ടു മെർച്ചൻഡൈസ് ദ സീക്രട്ട്, ടേൺ ദ സീക്രട്ട് ഇൻ ടു എ മെർച്ചൻഡൈസ്. അതിൻ്റെ 2 ഉദാഹരണം മാത്രം പറഞ്ഞാൽ മതിയാകും. എന്തുകൊണ്ടാണ് യെരുശലേം ദേവാലയത്തിൻ്റെ പരിസരത്തൊരു ചന്തയുണ്ടായത്? അവിടെ എന്താണ് വിൽക്കുന്നത്? അവിടെ വിൽക്കുന്നത് കാളയും ആളും മാടും പ്രാവൊന്നും അല്ല. അത് അങ്ങനെ തോന്നിക്കുമെങ്കിലും അവിടെ വിൽക്കുന്നത് മനുഷ്യൻ്റെ ഭക്തിയെയാണ് വിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെയാണ് വിൽക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ദൈവസങ്കല്പത്തെയാണ് വിൽക്കുന്നത്. ദൈവത്തിന് നിങ്ങളോട് കോപമുണ്ട്. ആ കോപം ഒന്ന് ഒതുക്കിയൊക്കെ നിർത്താൻ, ദൈവത്തെ ഒന്ന് മെരുക്കി നിർത്താൻ എന്ത് ചെയ്യണം? നിങ്ങൾ യാഗം കഴിക്കണം. അത് പണക്കാർക്ക് മൃഗങ്ങളെ കൊണ്ട് യാഗവും, പാവപ്പെട്ടവൻ പ്രാവ് കൊടുത്താലും മതി. പക്ഷേ പാവപ്പെട്ടവൻ പ്രാവ് കൊടുത്താൽ അത്രയും കുറച്ചേ ക്ഷമിച്ചു തരത്തുള്ളൂ. പണക്കാരൻ വലിയ ആനയെ കൊണ്ട് കൊടുത്താൽ വലിയ ആന മാപ്പ് കിട്ടും. ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. എന്ന് മാത്രവുമല്ല,
അത് മഹാപുരോഹിതൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പരിശുദ്ധ ചന്തയിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാവൂ. മറ്റിടത്ത് എവിടെയെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കൊണ്ടുവരുന്ന മൃഗത്തിനും പ്രാവിനുമൊക്കെ കേടാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അത് വാങ്ങിക്കണമെങ്കിൽ പുരോഹിതൻ എന്താണ് പറയുക, ഓതറൈസ് ചെയ്ത കോയിൻസ് കൊണ്ടേ വാങ്ങിക്കാനൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾ കൊണ്ടുവരുന്ന പണം ഇവിടെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള കമ്മീഷൻ കൊടുക്കണം. എല്ലാം കൂടെ വരുമ്പോൾ നിങ്ങൾ കുത്തുപാള എടുക്കും. ഇത് മതത്തിൻ്റെ സ്വഭാവമാണ്. പരിശുദ്ധമായതിനെ വിപണിയിൽ വിൽപ്പന നടത്തുന്ന പരിപാടി, ആ ഒരു പ്രവർത്തന രീതി എല്ലാ മതത്തിലുമുണ്ട്. അതില്ലാത്ത മതമില്ല എന്ന് ദയവായി തിരിച്ചറിയും. അതുകൊണ്ടാണ് യേശു വളരെ വ്യക്തമായി പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സേവിപ്പാൻ സാധ്യമല്ല. ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് പ്രീതിപ്പെടുത്താം, സേവിക്കാം എന്നതാണ് മതത്തിൻ്റെ പ്രമാണം. എന്ന് മാത്രവുമല്ല, ദൈവത്തെ സേവിക്കണമെങ്കിൽ മാമോൻ്റെ എന്താണ് പറയുന്നത്, ഉദവി വേണം, മാമോൻ്റെ സാമഗ്രികൾ വേണം, മാമോൻ്റെ സഹായം വേണം എന്നതാണ് മതത്തിൻ്റെ പ്രമാണം. നിങ്ങൾ യഹൂദന്മാരുടെ മഹാപുരോഹിതനായ കയ്യഫാവിനോട് ചോദിക്കുകയാണ്, അയ്യോ കയ്യഫാവേ, നിങ്ങൾ എന്തിനാണ് ഈ യെരുശലേം ദേവാലയത്തിൻ്റെ പരിസരത്ത് ഈ വലിയ ചന്ത നടത്തുന്നത് ചോദിച്ചാൽ, എടോ, ദൈവ ആരാധന ഇങ്ങനെ മുടക്കുകൂടാതെ നടക്കണമെങ്കിൽ ചിലവുള്ള കാര്യമാണ്. അതിനുള്ള സമ്പത്ത്, അതിനുള്ള പണം വരുന്നത് ഈ ചന്തയിൽ നിന്നാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഈ ചന്ത വേണം. കൊളലാഭം എടുക്കാൻ ലൈസൻസ് ഉള്ള ഈ ചന്ത വേണം. ചന്തയില്ലെങ്കിൽ എന്താ ആരാധന? ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് ഒരു രണ്ടാമത്തെ ഉദാഹരണം. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു, സംശയമൊന്നുമില്ല. അതിലൊരുത്തൻ്റെ പേര് നമുക്കറിയാം, ഇസ്കരിയോത്താവ് യൂദ. അവൻ എന്തുകൊണ്ടാണ് യേശുവിനെ വിറ്റത്? എന്തുകൊണ്ടാണ്? അത് മതത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുകയാണ്. നിവൃത്തി ഉണ്ടെങ്കിൽ ദൈവത്തെ വിറ്റുകളയും. അത് നടക്കുന്നുണ്ടോ ഇല്ലയോ? ക്രിസ്ത്യാനികളുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? ക്രിസ്തുവിനെ വിൽക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളുടെ സമയം കളയേണ്ട കാര്യമില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. പക്ഷേ അറിയാമെന്ന് സമ്മതിക്കേണ്ട നട്ടലില്ലാതെ മറ്റൊരു കാര്യമാണ്. ഇത് അറിയാൻ വയ്യ, ഒരിക്കൽ അറിയാൻ വയ്യായിരുന്നു എന്നാരും പറയരുത്. നമ്മുടെ നടക്കുന്ന ഏറ്റവും വലിയ കച്ചവടത്തിൻ്റെ പേര് യേശു ക്രിസ്തു കച്ചവടം എന്നുള്ളതാണ്. ഏതെല്ലാം വിധത്തിലാണ് കച്ചവടം നടത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം. പാവപ്പെട്ട യേശു മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ലാതെ കടന്നു വന്ന സകല മനുഷ്യജാതിയുടെയും വിശ്രമത്തിൻ്റെ അത്താണിയായി ചരിത്രത്തിൻ്റെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് അധികാരത്തോടുകൂടെ വിളിച്ചു പറഞ്ഞവനെ മുറിച്ച് കച്ചവടം ചെയ്യുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. നമ്മുടെ ഏതെങ്കിലും ഒരു സഭയിൽ, പെന്തക്കുസ്തു തൊട്ട് കത്തോലിക്ക വരെ, ഏതെങ്കിലും ഒരു സഭയിൽ യേശുവിനെ കച്ചവടം ചെയ്യാത്ത ഒരു സഭ കാണിച്ചു തരാമോ? ദുഃഖത്തോടെ ഞാൻ ചോദിക്കാം. ഈ 2 മർമ്മങ്ങളില്ലാതെ ഒരു മതവുമില്ല എന്ന് ദയവായി മനസ്സിലാക്കുക. നാം ഇതിനോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ഇതൊക്കെ ശരിയാണ് എന്ന് നാം ധരിച്ചു വെച്ചിരിക്കുകയാണ്. നാം അതിന് വേണ്ട ഉദവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ ന്യായീകരിക്കുകയാണ്. അതിലെന്തെങ്കിലും അപാകതയുണ്ട് എന്ന് വിളിച്ചു പറയുന്നവൻ, മറത്തടിച്ച് വിലപിക്കുന്നവൻ ഭ്രാന്തനാണെന്ന് നിങ്ങൾ ദയവിൽ ഒട്ടിക്കുകയാണ്. അതുകൊണ്ട് ഭ്രാന്തനെ പറ്റി ഒരു വാക്കൂടെ പറഞ്ഞ് സമയം അതിക്രമിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് ഭ്രാന്താണ്. പക്ഷെ അല്പനേരം നിങ്ങളുടെ അനുവാദത്തോടുകൂടെ ഞാൻ എൻ്റെ ഭ്രാന്ത് ഒന്ന് മാറ്റി വെച്ചിട്ട് അല്പം സ്ഥിരബുദ്ധിയോടെ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. എനിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞത് സന്തോഷിക്കുകയും മർമാദിക്കുകയും ചെയ്യുന്ന സഹോദര, എനിക്കതിൽ യാതൊരു പ്രതിഷേധവുമില്ല. അല്പം പോലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വളരെ വളരെ അഭികാമ്യമായ അഭിമാനം തോന്നിപ്പിക്കുന്ന ആരുടെയും മുമ്പിൽ എടുത്തു കാട്ടാവുന്ന സ്ഥിരബുദ്ധി ഉണ്ടല്ലോ, പെർഫെക്റ്റ് സാനിറ്റി. നിങ്ങൾ ഈ സ്ഥിരബുദ്ധിയുടെ ആത്യന്തികമായ ആവിഷ്കാരമാണ്. നമസ്കാരം. ഒരു ചെറിയ ചോദ്യം, നിങ്ങളുടെ ഈ സ്ഥിരബുദ്ധി കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് വിത്ത് യുവർ സാനിറ്റി? എനിക്ക് ഇൻസാനിറ്റിയാണ്, സമ്മതിച്ചു. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഡയഗ്നോസിസ് ഞാൻ സമ്മതിക്കും. പക്ഷെ എനിക്കൊരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഇത്ര വലിയ വിലയേറിയ സ്ഥിരബുദ്ധി, സുബുദ്ധി,
ഭ്രാന്തില്ലായ്മ, സ്ഥിരബുദ്ധി. അതുകൊണ്ട് നിങ്ങൾ എന്താണ് സഹോദരി സഹോദര ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് നിങ്ങളെ കൊണ്ട്, നിങ്ങളുടെ സ്ഥിരബുദ്ധി കൊണ്ട് എന്ത് നന്മയാണ് ഏതെങ്കിലും ഒരു സന്ദർഭം നിങ്ങൾക്ക് പറയാം? പിന്നെ ഭ്രാന്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നിങ്ങൾക്കുള്ള സ്ഥിരബുദ്ധി നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങളും ഭ്രാന്തനായ ഞാനും തമ്മിൽ വ്യത്യാസം എന്താണ്? അല്ല, കുറച്ചുകൂടെ അഹങ്കാരത്തോടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്ഥിരബുദ്ധിക്കാരും ഞാൻ ഭ്രാന്തനുമായിരിക്കെ എൻ്റെ ഭ്രാന്ത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങളെങ്കിലും അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അന്വേഷിച്ച് കണ്ടെത്തുന്ന ജനങ്ങളെത്തിക്കാൻ ഞാൻ തത്രപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളോ നിങ്ങളുടെ സുബുദ്ധി കൊണ്ട് എന്ത് സംഭാവനയാണ് മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ആരെയും വിഷമിപ്പിക്കാനോ ലജ്ജിപ്പിക്കാനോ പറയുന്നതല്ല. നമ്മളെടുക്കുന്ന നിലപാടുകൾ, അതിനെപ്പറ്റി അല്പം ഒരു ബോധ്യം നമുക്കുണ്ടാകണം. സ്വന്തം നിലപാടിനെ പറ്റി പോലും ബോധമില്ലാത്തവർ, അവർക്ക് സുബുദ്ധിയാണോ ഭ്രാന്താണോ നല്ല ബുദ്ധിയാണോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അത് അറിയേണ്ടവർ അറിഞ്ഞോളും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം ദയവായി ഓർക്കണമേ, യേശു പറഞ്ഞ ഒരു ചെറിയ കാര്യം, ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ്. യു ഷാൽ നോ എ ട്രീ ബൈ ഇറ്റ്സ് ഫ്രൂട്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നാളിതുവരെ നിങ്ങൾ പുറപ്പെടുവിച്ച നല്ല ഫലം എന്താണ്? അത് കഴിച്ച് ശക്തി പ്രാപിച്ചവർ ആരൊക്കെയാണ്? ഒരു ലിസ്റ്റ് തരാമോ? നിങ്ങൾ സഭകളോടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നടത്തിയിട്ടുള്ള സുബുദ്ധിയുടെ സംഭാവനകൾ എന്താണ്? ഒരു ചെറിയ നോട്ട് ഒന്ന് അയച്ചാൽ ഞാൻ 1000 തവണ വായിച്ച് സന്തോഷിക്കും. ഞാൻ ഈ യൂട്യൂബിൽ കൂടെ എല്ലാവരിലും എത്തിക്കാം. ആരെങ്കിലും ഒരാൾ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ എൻ്റെ സുബുദ്ധി കൊണ്ട് ഞാൻ സഭയോടുള്ള എൻ്റെ ബന്ധത്തിൽ ഞാൻ ഇന്ന സംഭാവന നൽകി. പണം കൊടുത്ത കാര്യമല്ല ഈ പറയുന്നത്. സുബുദ്ധി കൊണ്ട്, പോക്കറ്റ് കൊണ്ടല്ല, ചെക്ക് ബുക്ക് കൊണ്ടല്ല, ക്രെഡിറ്റ് കാർഡ് കൊണ്ടല്ല, ഡെബിറ്റ് കാർഡ് കൊണ്ടല്ല, അല്ലെങ്കിൽ പേടിഎം കൊണ്ടല്ല. സുബുദ്ധി കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഭയോടുള്ള ബന്ധത്തിൽ ഇന്ന സംഭാവന ചെയ്തു, അതുകൊണ്ട് സഭയ്ക്ക് ഇന്ന മേന്മയുണ്ടായി, അതിൻ്റെ ഗുണഫലം ഇതാ മറ്റുള്ളവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ഹല്ലേലൂയ എന്ന ഒരു ചെറിയ ഒരു നോട്ട് ഒന്ന് അയച്ചു തരാമോ? സന്തോഷം. കാത്തിരിക്കുന്നു. ബാറയ്ക്ക് മോറോൻ കുറിയലൈസോൻ, ഹല്ലേലൂയ, ദിലി കബലബ്രിക് സർപ്രൈസ് ദ ലോർഡ്. ഇത് ഞാൻ ചെറുപ്പത്തിൽ കേട്ട ഒരു മറുഭാഷ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇതെൻ്റെ മറുഭാഷയല്ല. എനിക്ക് മലയാളം പോലും ശരിക്കും പറയാൻ അറിഞ്ഞുകൂടാ, പിന്നെ ഞാൻ മറുഭാഷ പറയുന്നത്. ഏതായാലും ദയവായി നിങ്ങൾ ചിന്തിക്കണമേ, ദൈവം ഇവിടെ ഒരു സാധനം വെച്ചിരിക്കുന്നത് വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാനാണ്. അത് ഉപയോഗിക്കുന്നത് പാപമല്ല എന്നും കൂടെ. അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ പറയും, സാരമില്ല, എന്നാലും കുഴപ്പമില്ല. ദയവായി നിങ്ങൾ ഇതും കൂടെ ഉപയോഗിക്കണമേ എന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉള്ളവൻ അടിയൻ വിരമിക്കുന്നു തൽക്കാലം. നമസ്തേ.